Hi Carrots and welcome back to my channel. Carrots, നിങ്ങളും 2026 SSGയുടെ എക്സാം എഴുതിയൊരു കേഡറ്റാണോ എങ്കിൽ നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എക്സാം എഴുതിയിട്ട് റിസൾട്ടിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അതേപോലെ തന്നെ 2026-27 SSCDക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും കാണുക. കാരണം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ഒത്തിരി കുട്ടികൾ നമ്മുടെ അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർ SSGയുടെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, വേക്കൻസി കൂടുമോ, അതേപോലെ തന്നെ റിസൾട്ട് ഡേറ്റ് എന്നീ കാര്യങ്ങളെക്കുറിച്ച്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. ഇതേപോലെ SSGയുടെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഡിഫൻസ് ഒക്കെ കിട്ടുന്ന നമ്പർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്പർ ഓഫ് വേക്കൻസി ഇൻക്രീസ് ആൻഡ് സെക്കൻഡാണ് റിസൾട്ട് ഡേറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് SSGDക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നത്. സ്പെഷ്യലി 2026 SSGയുടെ എക്സാം എഴുതിയ കേഡറ്റുകൾ. ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി അപ്ഡേറ്റ് ചെയ്ത് എത്രയാണ്? 25,000+ ആണ്. വേക്കൻസി എന്തായാലും കൂടണം. വേക്കൻസി കൂടിയേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, വേക്കൻസി കൂടിയാൽ നമുക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. റിസൾട്ട് 10 അല്ലെങ്കിൽ 20 ദിവസം ലേറ്റായിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. 2026 ഡിസംബറോടെ എല്ലാ കുട്ടികളും എന്തായാലും ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും. റിസൾട്ട് ഡിലേ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ വേക്കൻസി കൂടിയിരിക്കണം. കാരണം എന്താണ്? കഴിഞ്ഞ മാസത്തിൽ വന്ന ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. 2026-27 മുതൽ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒക്ടോബർ സെപ്റ്റംബർ മന്തിലാണ്. അപ്പോൾ 2026-27 മുതൽ 50% CAPFൻ്റെ വേക്കൻസി അഗ്നിവീറിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ CRPFന് അതേപോലെ തന്നെ CAPFന് മാത്രമായിട്ട് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും കോമ്പറ്റീഷൻ ലെവൽ വളരെ ഹൈ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതായത് കോമ്പറ്റീഷൻ ഹൈ ആവാൻ പോവുകയാണ്. അപ്പോൾ ഈ തവണ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ്, പേര് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജോലിയിൽ കയറി പോകണമെന്നും പറഞ്ഞിട്ട്. മനസ്സിലായി? അപ്പോൾ 50% റിസർവേഷൻ ഇനി അഗ്നിവീറിനാകുകയാണ്. അതുകൊണ്ട് എന്തായാലും വേക്കൻസി കൂടിയേ പറ്റത്തുള്ളൂ. വേക്കൻസിയുടെ അപ്ഡേറ്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ, ആൾറെഡി CAPFിൽ നിന്ന് വേക്കൻസി അപ്ഡേറ്റ് MHAക്ക് പോയിരിക്കുകയാണ്. MHAയിൽ നിന്നും ഫൈനൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. വേക്കൻസി എന്തായാലും കൂടുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് CAPFിൻ്റെയും അതേപോലെ തന്നെ MHAയുടെയും വേക്കൻസി അപ്ഡേറ്റ്. ഇതെല്ലാം നമ്മൾ ആൾറെഡി മുൻ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിയ ഈ രണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ്സും ഇവിടെ എല്ലാം വേക്കൻസി അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എത്ര വേക്കൻസിയാണ് കാലി, എത്രയാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്, ഏതൊക്കെ ഫോഴ്സിലേക്കാണ് വേക്കൻസി ഉള്ളത്, എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആൾറെഡി CAPF എന്താണ് ആദ്യം MHAക്ക് നൽകും. MHA പിന്നെ ഫൈനൽ കൺഫർമേഷൻ നൽകും. അതനുസരിച്ചിട്ടാണ് വേക്കൻസി റിലീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പേപ്പർ കട്ടിങ്ങിൽ കൂടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് CISFൽ വേക്കൻസി ഇൻക്രീസ് ആവുന്നതായിരിക്കും. കാരണം ബറ്റാലിയൻ വരാൻ പോവുകയാണ്, പുതിയ ബറ്റാലിയൻ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. CRPFൽ പുതിയ ബറ്റാലിയൻ വരാൻ പോകുന്നു. അതേപോലെ തന്നെ CISFൽ ഇനിയും ഒത്തിരി സോൾജേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ CAPFലും ടോട്ടൽ 61,000+ വേക്കൻസിയുടെ അപ്ഡേറ്റ് വന്നിരുന്നു. പിന്നെ BSFൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും 16 പുതിയ ബറ്റാലിയൻ രൂപീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം അനുസരിച്ച് എന്തായാലും വേക്കൻസി കൂടുന്നതായിരിക്കും. എത്രയാണ് വേക്കൻസി കൂടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ക്ലിയർ അപ്ഡേറ്റ്, അതായത് ഒരു എക്സാക്ട് ഡാറ്റ ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മുൻ വർഷങ്ങളിൽ അപ്ഡേറ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും വേക്കൻസി കുട്ടികളെ 45,000 അല്ലെങ്കിൽ 55,000 ഇടയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ വരാനുള്ള സാധ്യതയുണ്ട്. വേക്കൻസി എന്തായാലും കൂടുന്നതായിരിക്കും. എപ്പോൾ വരും, നാളെ വരുമോ അല്ലെങ്കിൽ ഇന്ന് വരുമോ എന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് വളരെ ക്ലിയർ ആയിരിക്കുകയാണ്. യുവർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് റിസൾട്ട് ഡേറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. റിസൾട്ട് വന്നാൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ്. ഫിസിക്കലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും പിന്നെ നിങ്ങൾ. അപ്പോൾ റിസൾട്ട് എപ്പോൾ വരും? ഇത് മിക്ക കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. നോക്കൂ കുട്ടികളെ, CAPFൻ്റെ അണ്ടറിൽ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യാനായിട്ട് RFID വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RFID ഉപയോഗിച്ച് ഫിസിക്കൽ കണ്ടക്ട് ചെയ്യുന്ന CAPFൽ ഒരു ഏജൻസി മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു ഏജൻസി ഒരേ സമയം തന്നെ 3 അല്ലെങ്കിൽ 4 ഫോഴ്സിൻ്റെ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യത്തില്ല. അതായത് SSBയുടെയോ CRPF ട്രേഡ്സ്മാൻ്റെയോ SSGയുടെയോ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടക്ട് ചെയ്യത്തില്ല. മനസ്സിലായി? ഇപ്പോൾ ഇനി ഫിസിക്കലി നടക്കാൻ പോകുന്നു, അതായത് ഈ പറയുന്ന ആഗസ്റ്റ് ലാസ്റ്റ് വീക്കോടെ ഫിസിക്കലി നടക്കാൻ പോകുന്ന
SSBയുടെയാണ്. ഏത് ഫോഴ്സിൻ്റെയാണ്? SSBയുടെയാണ് ഫിസിക്കൽ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ എന്തായാലും SSGയുടെ ഫിസിക്കൽ കൂടി അവർ നടത്തത്തില്ല. കാരണം ഒരു ഏജൻസി മാത്രമാണ് ഫിസിക്കൽ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഫിസിക്കൽ വരാനുള്ള ഏതൊക്കെ ഫോഴ്സിൻ്റെയാണ്? SSBയുടെ ഉണ്ട്, CRPF ട്രേഡ്സ്മാൻ്റെ ഉണ്ട്, SSCGD. ഇതിൻ്റെ എല്ലാം ഇനി ഫിസിക്കൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? ഇതിൻ്റെ എല്ലാം ഫിസിക്കൽ പെൻഡിങ് ആണ്. മനസ്സിലായത് നിങ്ങൾക്ക്? ഫിസിക്കൽ പെൻഡിങ് ആണ്. ഇപ്പോൾ ആൾറെഡി അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് SSBയുടെ ആണ്. ഇനി ഇതിൻ്റെ രണ്ടിനെയാണ് ബാലൻസ് ആയിട്ടുള്ളത്, CRPF ട്രേഡ്സ്മാൻ്റെയും SSCGയുടെയും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ 3 ഫോഴ്സിൻ്റെയും കൂടി ഫിസിക്കൽ ഒരുമിച്ച് കണ്ടക്ട് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 ഫോഴ്സിൻ്റെയും ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ സെയിം ആണ്. അപ്പോൾ ഒരു കുട്ടി തന്നെ ഈ 3 ഫോഴ്സിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. 3ൻ്റെയും കൂടി അഡ്മിറ്റ് കാർഡ് ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു സെൻറ്ററിൽ തന്നെ അല്ലെങ്കിൽ 2 സെൻറ്ററിൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സിൻ്റെ ഫിസിക്കൽ ഡേറ്റ് വരുന്നതായിരിക്കും. അതായത് ഒരു ഡേറ്റിൽ തന്നെ 2 സ്ഥലങ്ങളിൽ ഫിസിക്കൽ വരും. അപ്പോൾ ആ ഒരു കേഡറ്റ് 2 സ്ഥലങ്ങളിൽ പോയി എങ്ങനെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യും? അങ്ങനെ ആ ഒരു കേഡറ്റിന് ഒരു ചാൻസ് മിസ്സാവുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം SSC നല്ലപോലെ ചെക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ CIPF നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ എല്ലാ അപ്ഡേറ്റ് അനുസരിച്ചും എന്തായാലും ഉടനെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരത്തില്ല. എന്തായാലും നിങ്ങൾ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് SSCയുടെ ഫിസിക്കൽ കഴിഞ്ഞിട്ടായിരിക്കും. റിസൾട്ട് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്ന എന്തായാലും ആഗസ്റ്റ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടായിരിക്കും. ഇതിനിടയിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ വരാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ SSBയുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത ഫിസിക്കൽ വരാൻ പോകുന്ന CRPF ട്രേഡ്സ്മാൻ്റെ ആയിരിക്കത്തില്ല, SSCGയുടെ ആയിരിക്കും. കാരണം ഫോം ഫില്ലിംഗ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന SSCGടിക്കാണ്. അതേപോലെ തന്നെ വേക്കൻസിയും ഏറ്റവും കൂടുതൽ SSCGടിക്കാണ് CRPF ട്രേഡ്സ്മാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. SSBക്ക് ശേഷം അടുത്ത ഫിസിക്കൽ വരാൻ സാധ്യത SSCGയുടെ തന്നെയാണ്. നിങ്ങളുടെ എക്സാം റിസൾട്ട് വരാനുള്ള സാധ്യത ആഗസ്റ്റ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായ കുട്ടികളെ, ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നിങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. എക്സാം റിസൾട്ട് വന്നതിന് ശേഷം ഫിസിക്കലിന് എത്ര ദിവസം ലഭിക്കുമെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 16 ദിവസമായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ മുൻ വർഷങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് റിസൾട്ട് വന്നു അതിനുശേഷം 16 ദിവസത്തിനുള്ളിൽ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയും ഫിസിക്കൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാസം ലഭിക്കും. അപ്പോൾ നേരത്തെ പ്രിപ്പയർ ആയിട്ടിരിക്കുക. 2 ആഴ്ച ലഭിച്ചാലും 3 ആഴ്ച ലഭിച്ചാലും ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനുള്ള പ്രോപ്പർ തയ്യാറെടുപ്പോടാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. അപ്പോൾ 2 കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ ഡിഫൻസിലെ എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. 2026-27 പുതിയ SSCGക്ക് തടുക്കാൻ ആഗ്രഹിക്കുന്ന കേഡറ്റാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്, ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ കുട്ടികളെ മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് 150+ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കരുത്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്തില്ല. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഡിഫൻസിലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.